അരനൂറ്റാണ്ട് കാലത്തെ കലാസപര്യയ്ക്ക് ശേഷം മലയാളത്തിന്റെ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി അരങ്ങൊഴിയുന്നു. വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്നാണ് അദ്ദേഹം വേദികളിൽ നിന്ന് പിൻവാങ്ങുന്നത്. കഥകളി ലോകത്ത് പച്ചവേഷങ്ങൾ പകർന്നാടി നടന വൈഭവമായി മാറിയ ഗോപി ആശാൻ കഥകളിക്കും ആസ്വാദകർക്കും നൽകിയ സംഭാവനകൾക്ക് വിലമതിക്കാനാവില്ല. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി നായർക്കും രാമൻകുട്ടി നായർക്കും ശേഷം കഥകളി ലോകം കണ്ട ഏറ്റവും മികച്ച അഭിനയ പ്രതിഭയാണ് ഗോപി ആശാൻ. 9-ാം വയസ്സിൽ ഓട്ടൻതുള്ളൽ പഠനത്തിലൂടെ കലാരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം കഥകളി ആചാര്യനായി മാറി. അരനൂറ്റാണ്ടുകാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ആസ്വാദകരുടെ മനസ്സ് കീഴടക്കി. പ്രായവും ശാരീരികാവശ്യതകളും തടസ്സമായപ്പോൾ തന്റെ 87-ാം വയസ്സിലാണ് ഗോപി ആശാൻ വേദി വിട്ടൊഴിയുന്നതായി ഔദ്യോഗികമായി പറയുന്നത്. ജനുവരിയിൽ തന്റെ കവിതാ സമാഹാരമായ മനോരഥത്തിന്റെ പ്രകാശ ചടങ്ങിൽ വിരമിക്കലിനെ കുറിച്ച് സൂചന നൽകിയിരുന്നെങ്കിലും ഇത്ര വേഗം അതുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഈ കാലുകൊണ്ട് വയ്യാണ്ട് രംഗത്തൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാതെ ഇനി വല്ല തരത്തിലും വേഷം കെട്ടിയിട്ട് നമുക്ക് വേണ്ടമാതിരി പ്രവർത്തിക്കാൻ സാധിക്കാതെ ചെയ്യുമ്പോൾ അത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആരാധിക്കുന്ന ഈ സഹൃദയരായിട്ടുള്ള ആസ്വാദകർക്ക് വലിയൊരു വിഷമം വരും. അപ്പോൾ അവരുടെ വിഷമം ഇല്ലാതെയാക്കി തീർക്കാൻ നല്ലത് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് തോന്നി. എന്തായാലും വേണ്ടമാതിരി പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണല്ലോ. ആ വിഷമം കാരണം കൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഏതായാലും രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞത്. തൃശൂർ പെരിങ്ങോട്ട് ചാലിശ്ശേരിക്കടുത്ത കോതച്ചിറയിൽ ജനിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വടക്കേ മനാനത്ത് ഗോവിന്ദൻ എന്നാണ്. കുടുംബം നേരിട്ട കൊടിയ ദാരിദ്ര്യമാണ് ഗോപിയെ കഥകളി നടനാക്കി മാറ്റിയതെന്ന് അദ്ദേഹം തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഭീമനായും ബാഹുകനായും നളനായും അരങ്ങുകൾ കീഴടക്കിയ ഗോപി ആശാന്റെ നടന വൈഭവവും പകർനാട്ടങ്ങളും ലോകം തിരിച്ചറിഞ്ഞത് പച്ചവേഷങ്ങളിലൂടെയാണ്. ഞാൻ കഥകളിയിൽ എല്ലാ വേഷവും കെട്ടിയിട്ടുണ്ട്. എല്ലാ വേഷവും, അതായത് കത്തി, താടി, വെള്ളത്താടി, എല്ലാ വേഷവും കെട്ടിയിട്ടുണ്ട്. മിനുക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്ത്രീ വേഷങ്ങൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം, ആൾക്കാർക്ക് മുഴുക്കെ പച്ചവേഷമാണ് കൂടുതലിഷ്ടം. അതിന് കാരണം കൊണ്ട് എന്തുണ്ട് വെച്ചാൽ പിന്നെ പച്ചവേഷത്തിനോടായി കൂടുതൽ പ്രാമുഖ്യം. അങ്ങനെ പച്ചവേഷത്തിൽ ഒരു എന്താ പറയുക, ഒരു കഥകളി നടനായിട്ട് രൂപാന്തരപ്പെട്ടു എന്നാണ് പറയാൻ വയ്ക്കൂ. 1957 കലാമണ്ഡലത്തിൽ അധ്യാപകനായി ചേർന്ന ഗോപി ആശാൻ കൽപ്പിത സർവകലാശാലയുടെ പ്രധാന അധ്യാപകനായി 1992 ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. നീണ്ട 50 വർഷക്കാലവും ഗുരുവായൂർ കോട്ടയ്ക്കൽ ക്ഷേത്രോത്സവങ്ങളിൽ മുടങ്ങാതെ കഥകളി അവതരിപ്പിക്കാനായ അപൂർവം പ്രതിഭകൾ ഒരാളും കൂടിയാണ് ആശാൻ. കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയെ ജനപ്രിയമാക്കിയതിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ പങ്കോളം വരില്ല മറ്റൊന്നുമെന്നാണ് അദ്ദേഹം അരങ്ങൊഴിഞ്ഞു പിൻവാങ്ങുമ്പോൾ നാട്യകലാരംഗം ഒന്നാകെ ഓർത്തെടുക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.